കൊല്ലത്ത് ശാരദാമഠം CSI പള്ളിവളപ്പിൽ സ്യൂട്ട് കേസിനുള്ളിൽ കണ്ടെത്തിയ ആസ്ഥികൂടം മെഡിക്കൽ പഠനത്തിന് ഉപയോഗിച്ചത് എന്ന് സംശയം. മെഡിക്കൽ പഠനത്തിന് ഉപയോഗിക്കുന്നതിന് സമാനമായ അടയാളങ്ങൾ എല്ലിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫോറൻസിക് പരിശോധനയിലാണ് കണ്ടെത്തൽ. സ്യൂട്ട് കേസിൽ നിന്ന് ആശുപത്രി ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന കത്രികയും ലഭിച്ചു. ചെറിയ സൂട്ട്കേസാണ്. എല്ലാ പാർട്സും ഇല്ല, ഫുള്ളി ഡീകമ്പോസ്ഡ് ആണ്. വെരി ഓൾഡ്. പറമ്പ് എടുപ്പാക്കുമ്പോഴോ അല്ലെങ്കിൽ പറമ്പ് പുതിയത് വാങ്ങിക്കുമ്പോഴോ എക്സ്പ്ലോറിംഗ് ഓൾ. വിവരങ്ങളുമായി കണ്ണൻ നായർ ഒപ്പം ചേരുന്നുണ്ട്. കണ്ണൻ, നമസ്കാരം. ഈ പഠനത്തിനായി ഉപയോഗിക്കുന്നതാണ് എങ്കിൽ ഇത്തരത്തിൽ എന്തുകൊണ്ട് ഉപേക്ഷിച്ചു? മാത്രമല്ല, പഠനത്തിനായി യഥാർത്ഥ അസ്ഥികൂടങ്ങൾ തന്നെ ഇത്തരത്തിൽ ഉപയോഗിക്കുമോ? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ടതായി ഉണ്ട് പോലീസ് എന്ന് തോന്നുന്നു. പോലീസ് ഈ ഘട്ടത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വ്യക്തമാക്കുന്നത്? തുടക്കത്തിൽ പോലീസ് പറഞ്ഞിരുന്നത് ഇത് ഏതെങ്കിലും തരത്തിൽ കുഴിച്ചിട്ട ശേഷം അത് വീടോ മറ്റോ നിർമ്മിക്കാൻ വേണ്ടി അതിൻ്റെ വാനം എടുക്കുന്ന സമയത്ത് ആ മണ്ണ് മാറ്റിയപ്പോൾ പുറത്തു വന്നതാകാം എന്നുള്ള ഒരു നിഗമനമായിരുന്നു പോലീസിനുണ്ടായിരുന്നത്. പക്ഷേ പോലീസ് എത്തി, ഫോറൻസിക് ഉദ്യോഗസ്ഥരെത്തി ഇവിടെ പരിശോധന നടത്തിയപ്പോഴാണ് ഇതിൽ സംശയങ്ങൾ കൂടുതൽ ബലപ്പെടുന്നത്. അതായത് മെഡിക്കൽ പഠനത്തിന് വിദ്യാർത്ഥികൾ ഉപയോഗിക്കുന്നതിന് സമാനമായ രീതിയിലുള്ള ഒരു കാര്യങ്ങളാണ് അതിൽ കാണാൻ സാധിച്ചത്. അതിൽ ഇടുപ്പലിൻ്റെ ഭാഗത്ത് എച്ച് എന്ന് ഒരു ചോക്ക് കൊണ്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എച്ച് എന്നാണ് അവിടെ രണ്ട് ഭാഗങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുള്ളത്. കാലിൻ്റെ രണ്ട് ഭാഗങ്ങളിലും എല്ലിൻ്റെ ഭാഗങ്ങളിൽ O എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുമാത്രമല്ല, ഈ നട്ടലിൻ്റെ എല്ലുകൾ പൊട്ടിയ നിലയിലാണ് ആ എല്ലുകൾ കൂട്ടി കെട്ടിയിട്ടുണ്ട്. 6 എല്ലുകൾ കൂട്ടി കെട്ടിയിട്ടുണ്ട്. അതായത് ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഒരു കൊലപാതകമോ മറ്റോ ആണെങ്കിൽ സ്വാഭാവികമായും അങ്ങനെയൊന്നും ചെയ്യേണ്ട ഒരു പതിവില്ല. ഇങ്ങനെ മെഡിക്കൽ വിദ്യാർത്ഥികളൊക്കെ തന്നെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, അവ പഠിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യാറുണ്ട്. നേരത്തെ മുൻകാലങ്ങളിൽ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മുൻകാലങ്ങളിൽ ചില സ്ഥലങ്ങളിൽ നിന്ന് കൊല്ലം ജില്ലയുടെ ഒരു തേവളി ഭാഗത്ത് നിന്ന് വർഷങ്ങൾക്ക് മുമ്പ് സമാനമായ രീതിയിൽ ഒരു ചാക്കിൽ പൊതിഞ്ഞ നിലയിൽ അസ്ഥികൂടങ്ങൾ കണ്ടെത്തിയിരുന്നു. പിന്നീട് പരിശോധിച്ചപ്പോഴാണ് ഒരു മെഡിക്കൽ വിദ്യാർത്ഥികൾ താമസിച്ച് പഠിച്ച വീടിൻ്റെ ഭാഗത്തു നിന്നാണ് ലഭിച്ചതെന്ന് കണ്ടെത്തിയത്. അതിന് സമാനമാണ് ഇതും എന്നുള്ള നിഗമനത്തിലാണ് പോലീസ്. ഇപ്പോൾ ഫോറൻസിക് പരിശോധന അവസാനിച്ചിരിക്കുന്നു. ഫോറൻസിക് ഉദ്യോഗസ്ഥർ തിരിച്ച് പോവുകയാണ്. പ്രാഥമികമായി അവരിൽ നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇത് മെഡിക്കൽ വിദ്യാർത്ഥികൾ പഠിക്കാൻ ഉപയോഗിച്ചതാണ് എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഇത് ആരാണ് ഇവിടെ കൊണ്ടിട്ടത്, എന്തുകൊണ്ടാണ് ഈ പ്രദേശം തെരഞ്ഞെടുത്തതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാകേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായി പ്രദേശത്ത് പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. ഇതിൽ ഒരു കവർ ഉണ്ടായിരുന്നു, ഒരു തുണിക്കടയുടെ കവറാണ്. അതിൻ്റെ മെയിൻ ശാഖ വർക്കലയാണ്. അതിൻ്റെ പോളയത്തോട്, കൊല്ലം നഗരത്തിലുള്ള പോളയത്തോട് എന്ന് പറയുന്ന സ്ഥലത്ത് അതിൻ്റെ മറ്റൊരു ബ്രാഞ്ച് പ്രവർത്തിക്കുന്നുണ്ട്. ആ ബ്രാഞ്ചിൻ്റെ പേരിലുള്ള ഒരു തുണിക്കടയുടെ കവറാണ് അതിൽ നിന്ന് ലഭിച്ചത്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പോലീസ് വിശദമായി പരിശോധിക്കുകയാണ്. ഒപ്പം തന്നെ ഇതിൽ ഈ പ്രദേശത്ത് ആരെങ്കിലും കാണാതായിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കുന്നു. വർഷങ്ങളുടെ പഴക്കമുണ്ട്, 1-2 വർഷത്തെ പഴക്കമല്ല. ഈ അസ്ഥികൂടങ്ങളൊക്കെ തന്നെ ദ്രവിച്ച അവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ വർഷങ്ങളുടെ പഴക്കമുണ്ട് ഈ അസ്ഥികൂടങ്ങൾക്ക്. ശരി കണ്ണൻ, വിവിധ കാര്യങ്ങൾക്കാണ് ഇനിയും ഒരു വ്യക്തത വരേണ്ടത് എന്ന് തോന്നുന്നു. ഇതെങ്ങനെയാണ്, എന്തുകൊണ്ടാണ് ഈ പള്ളിവളപ്പിൽ കൊണ്ടിട്ടത് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം? മെഡിക്കൽ വിദ്യാർത്ഥികൾ താമസിച്ച് പഠിക്കുന്ന സ്ഥലമായിരുന്നു എങ്കിൽ ശരിയായ അസ്ഥികൂടങ്ങൾ ഇങ്ങനെ പഠനത്തിനായി ഉപയോഗിക്കുമോ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ. ഒപ്പം ഒരു തുണിക്കടയുടെ കവർ ലഭ്യമായിട്ടുണ്ടെന്ന് പറയുന്നു. അതുമായി എന്ത് ബന്ധമാണ് ഉള്ളത്? ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ടെന്ന് തോന്നുന്നു. കണ്ണൻ നായരാണ് വിവരങ്ങൾ നൽകിയത്.